ഞാൻ റീലിൽ കണ്ടതാണ്. പ്രഭാസിൻ്റെ എല്ലാ സിനിമയിലും സെയിം കഥയാണ്. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പ്രഭാസ് സാധാരണക്കാരനായിരിക്കും തുടക്കത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് ഒരു റിയലൈസേഷൻ വന്നിട്ട് ഇവൻ എന്തോ ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ മനസ്സിലാവുന്നത് ഇവൻ ഏതോ രാജകുടുംബത്തിൻ്റെ ഡിസെൻഡൻ്റ് ആണ്. എന്നിട്ട് ഇവൻ ഒന്നെങ്കിൽ ആ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇവൻ രാജാവാവും, അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് ടൈലൻഡിൽ ഇവൻ രാജാവാവും എന്ന് പറഞ്ഞിട്ട് പടം അവസാനിപ്പിക്കും. സംശയം ഉണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു തരാം. ഒന്നാമത്തെ സിനിമയാണ് ബാഹുബലി, അറിയാലോ. രണ്ടാമത്തെ സിനിമയാണ് സാഹോ. മൂന്നാമത്തെ സിനിമ ആദിപുരുഷ്. എല്ലാം കണക്ട് ചെയ്താൽ മനസ്സിലാവും. പിന്നെ സലാറ്, കൽക്കി. കാട്ടവരാധവാണ് രാജാ സാബ്. ഇതിനകത്തും സെയിം കഥയാണ്. ആദ്യം ഇവനൊന്നുമില്ലാത്തവനാണ്, പിന്നീട് ഇവനൊരു രാജകുടുംബത്തിൻ്റെ ഡിസെൻഡൻ്റ് ആണെന്ന് തിരിച്ചറിയുന്നു. ടിപ്പിക്കൽ തെലുങ്ക് പടമായിരുന്നു രാജാ സാബ്. വെറുപ്പീര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അജാതി വെറുപ്പീര്. പക്ഷേ സ്റ്റോറി പിന്നെയും കുറച്ച് ബെറ്റർ ആയിരുന്നു. നല്ല പോലെ മേക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് കണ്ടിരിക്കാനെങ്കിലും പറ്റിയേനെ. ഇത് കണ്ടിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. മൊബൈലിൽ എങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇതിന് ഓടിച്ചു വിട്ടേനെ. അജാതി വെറുപ്പീരായിരുന്നു. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു അമ്മൂമ്മ ഉണ്ട്. അമ്മൂമ്മ മറന്നുപോയി അപ്പൂപ്പനെ കാലങ്ങളായിട്ട് കാണുന്നില്ല. ഇത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കുറേ കാലമായിട്ട്, കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ ഇൻട്രോ കാട്ടവരാത്ത സാധനം വിത്ത് ആൻറ്റി ഫിസിക്സ് ഫൈറ്റുകളാണ് മൊത്തം. പ്രഭാസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനമല്ല, അതാണ് ആകെ ബോറായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഒരു നായിക വരുന്നു. ഹൈക്കിങ്ങിന് പോകുമ്പോൾ പോലും ഓയിൽ സാരി ഉടുത്തുകൊണ്ട് നടക്കുന്ന നായിക. ഓക്കെ, എന്നിട്ട് ഇവൻ്റെ അപ്പൂപ്പൻ എവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ആ അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ സ്ഥലത്തോട്ട് ഇവൻ പോവും. ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ അപ്പൂപ്പൻ്റെ സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആളുടെ കൊച്ചുമോളാണ് ഈ നായിക. ഓക്കെ, അങ്ങനെ ഇവർ രണ്ടാളും ആണെന്ന് അറിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോകുന്നു. അതിന് മുന്നേ ഇവനൊരു നായിക ഉണ്ട് വേറെ നാട്ടിൽ. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം ഇവൻ അവിടെ വെച്ചിട്ടൊരു നണ്ണിനെ കാണും. അതിനോട് ഇവന് പ്രേമം തോന്നും. നണ്ണിനോട് പ്രേമം. പക്ഷെ പിന്നീട് മനസ്സിലാവും നണ്ണല്ല എന്ന്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ മൊത്തം 3 നായിക. ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു കൊട്ടാരത്തിൽ എത്തിപ്പെടുമ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഇത് ഇവൻ്റെ അപ്പൂപ്പൻ വെറും നാറിയായിരുന്നു. ഡാർക്ക് മാജിക്കിൽ കൂടെ ഇവൻ്റെ അമ്മൂമ്മ ഭയങ്കര വലിയ എന്തോ ഒരു രാജ്ഞിയായിരുന്നു ഈ കാലഘട്ടത്തിൽ. എന്നിട്ട് പിന്നെ പിച്ചക്കാരിയെ പോലെ ആയി. അതിൻ്റെ റീസൺ അവൻ്റെ അപ്പൂപ്പനായിരുന്നു എന്നൊക്കെ. അയാൾ മരിച്ചുപോയി. അയാളുടെ പ്രേതമാണ് ഇപ്പോൾ ആ ഒരു കോട്ട കാക്കുന്നത്. അത് മൊത്തം സ്വർണവും പണവും ഒക്കെയാണ് ഇരിക്കുന്നത്. അത് ഇയാൾ എവിടെയും പോകാനും ആരെടുക്കാനും സമ്മതിക്കില്ല. അങ്ങനെ ആ പൈസ ആരെടുക്കാൻ നോക്കിയാലും അവരെ കൊല്ലും. ഓക്കെ, പക്ഷേ ഇയാൾ മരിച്ചു, പ്രേതമാണ് ഇയാൾ. അത് കഴിഞ്ഞിട്ട് ഇവന് ഈ കോട്ടയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ ഓരോ നായികമാരായിട്ട് ഇവിടെ വന്ന് ഇവൻ്റെ കൂടെ പെടും. കറക്റ്റ് ഇവിടെ തന്നെ വന്ന് പെടും. ആൻഡ് ഇവിടെ പെട്ട് കിടക്കുന്ന ഇവർക്ക് ഡെയിലി ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ്. ഒരു നായിക ഡെയിലി പുതിയ ഓയിൽ സാരി, ഒരു നായിക ഡെയിലി മറ്റേ ഡ്രസ്സിൻ്റെ പേര് എനിക്കറിയില്ല, ഇവിടെ നിന്ന് വള്ളിയുള്ളൊരു ഡ്രസ്സുണ്ട്, അത് ഡെയിലി മാറ്റിയിടും. അത് കഴിഞ്ഞ് വന്ന നായിക മറ്റേ ടാങ്ക് ടോപ്പും പവടയും പോലെ സാധനമുണ്ട്, അതും ഡെയിലി ഇങ്ങനെ മാറ്റിയിടും. സീരിയസ്ലി ഇവരവിടെ പെട്ട് കിടക്കല്ലിടൂ. ലോജിക്ക് നോക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ആസ്ഥാനത്ത് കുറേ ഐറ്റം സോങ്സ് ഉണ്ട്. ഓരോ നായകന്മാർക്കും ഓരോ ഐറ്റം സോങ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഐറ്റം സോങ് ഉണ്ട്. ഫൈറ്റിലൊന്നും യാതൊരുവിധ ഫിസിക്സും ഇല്ല. അതുപോലെ തന്നെ ഈ ട്രെയിലറിൽ കാണിച്ച തലകുത്തി മറി ആ സാധനം ഒന്നും ഇതില്ല കേട്ടോ. പിന്നെ ഫൈറ്റ് കഴിയുമ്പം ഇവൻ്റെ അപ്പൂപ്പൻ ഒരു അബോമിനേഷൻ ഹൾക്കായിട്ട് മാറും. ഇവൻ ക്യാപ്റ്റൻ മാർവലായിട്ട് ഇടിച്ചു കൊല്ലും. ഈ സൂപ്പർ പവർ ഇതിന് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഇമാജിനേഷനിൽ കൂടെ കിട്ടണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് സൂപ്പർ ഹീറോ എന്നല്ല, നോർമൽ മനുഷ്യൻ. ഒരു ഇമാജിനേഷൻ ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ സ്വന്തമായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ്റെ അമ്മൂമ്മ പുഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവന് സൂപ്പർ പവർ കിട്ടണം. ഓക്കെ, ഇനി ടൈലൻഡ്. ഇതെല്ലാം കഴിഞ്ഞ് നന്നായി അപ്പൂപ്പനെ കൊന്ന് 3 നായികമാരിൽ ആരെ കെട്ടണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവസാനത്തിലോട്ട് ഇവൻ എന്തോ മാഞ്ഞിങ്ങനെ എത്തും. അവിടെ ഇവൻ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ജോക്കർ ബാക്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്, കയ്യിൽ തോറിൻ്റെ ഹാമർ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി, രണ്ട് യൂണിവേഴ്സാണെന്ന്. അത്രയ്ക്ക് വെറുപ്പീരായിരുന്നു ഈ പടം. അപ്പോൾ കാണാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. OTT വന്നാൽ പോലും മൈൻഡ് ചെയ്യരുത് ഈ പടം. റബൽ ഫാൻസ്, സീരിയസ്ലി ഡിസപ്പോയിൻറ്റിങ് മൂവിയാണ്. നിങ്ങളോട് നോ ഹേറ്റ്, പ്രഭാസിനോട് നോ ഹേറ്റ്. അങ്ങേർക്ക് വേറെ നല്ല പടം എടുത്തൂടെ? വാണിപ്പടം.